നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം ഇന്ന് മകരസംക്രാന്തി അല്ലേ. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ കേട്ടോ. അതുമാതിരി തന്നെ ഇന്ന് മകരവിളക്ക് തെളിയുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് വളരെ പുണ്യമായ ഒരു ദിവസം കൂടിയാണ്. കലിയുഗ വരെ തന്നെ ദീപം തെളിയുന്ന ദിവസം നമ്മുടെ വീട്ടിലും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കലികാല ദോഷങ്ങളൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ഞാൻ പറയേണ്ടതായിരുന്നു, സോറി വൈകിയേനെ. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ വേഗം പറയാണ്, നിങ്ങൾക്ക് വൈകുന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടൊക്കെ അടിച്ചുവരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. കഴിയുമെങ്കിൽ ചാണകവെള്ളം വീടിൻ്റെ ചുറ്റും വീടിൻ്റെ മുന്നിലൊക്കെ കുടയുക. അതുമാതിരി തന്നെ നമുക്ക് ചാണകം കിട്ടാത്തവർക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തെളിക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും പറ്റിയില്ല വെച്ചാൽ പച്ചക്കർപ്പൂരം, ഇത് പച്ചക്കർപ്പൂരമാണ് ഏറ്റവും നല്ലത്. ചാണകം കിട്ടിയില്ല വെച്ചാൽ അതൊരു വീടിന് നല്ലൊരു ഐശ്വര്യം, നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്ന ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം. അതിട്ട് വെള്ളം തെളിക്കുക. അതുമാതിരി തന്നെ നമ്മുടെ പൂജാ റൂമും കഴിയുമെങ്കിൽ ചാണകവെള്ളമോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളമോ ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ വെള്ളം കൊണ്ട് പൂജാ റൂം അല്ലെങ്കിൽ പൂജ സ്റ്റാൻഡ് സ്വാമി എവിടെ വെച്ചിരിക്കും അവിടെയൊക്കെ അത് നല്ലോണം തുടച്ചിട്ട് ഭഗവാന്റെ പടം ഉണ്ടെങ്കിൽ ഭഗവാന്റെ പടവും വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം തുടച്ചിട്ട് അതിലേക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു പുഷ്പം ചേർത്ത ഏറ്റവും നല്ലത് മഞ്ഞ കളർ പുഷ്പമാണ് കേട്ടോ. അങ്ങനെ കിട്ടിയില്ല വെച്ചാൽ തുളസിപ്പൂവോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർത്താം. ഇത് ചെയ്യുന്നത് ഒരു 4-5 മണിയുടെ ഉള്ളിൽ ഇതൊക്കെ ചെയ്ത് വെക്കണം. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് ഭഗവാന് പൂവൊക്കെ ഇട്ട് ഭഗവാന് അതേമാതിരി തന്നെ എന്തെങ്കിലും നിവേദ്യം. ഭഗവാന് നിവേദ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരവണ പായസമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു പഞ്ചാമൃതയെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക. പഞ്ചാമൃത പായസവും അതുമാതിരി തന്നെ ശർക്കര പായസം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഒരു നിവേദ്യം വയ്ക്കാം. അവല്, മലര്, അതുമാതിരി തന്നെ ഒരു പഴം, ശർക്കര, ഇതേതെങ്കിലും വെച്ചാലും മതി. എല്ലാം കൂടി വെക്കാൻ പറ്റുവെച്ചാൽ അവലും മലരും ശർക്കരയും പഴം കൂടി വെക്കാൻ പറ്റുവെച്ചാൽ ഏറ്റവും ഉത്തമം കേട്ടോ. ഇതൊരു നിവേദ്യമായിട്ട് ഒരു ഇലയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പ്ലേറ്റിലോ വെക്കുക, നിവേദ്യമായിട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നതിനെ കൂടെ തന്നെ നമ്മൾ സാധാരണ എപ്പോഴും സന്ധ്യ നേരത്ത് നിലവിളക്ക് കൊളുത്തല്ലോ, ആ സമയത്ത് ആ വിളക്ക് ഇല്ലാതെ ഒരു ഭഗവാന് അയ്യപ്പ സ്വാമിക്ക് മാത്രമായിട്ട് ഒരു വിളക്ക് വെക്കുക. ഈ ദിവസം മകരസംക്രാന്തി അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ അന്ന് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു ചെരാതിൽ നെയ്യ് വിളക്ക് വെച്ച് കഴിഞ്ഞ് അയ്യപ്പനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കലിയുഗത്തിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾ കുറേയൊക്കെ നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ ഈ ഭൂമിയിലും അതുമാതിരി തന്നെ നമ്മുടെ വീടുകളിലും ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കലിയുഗത്തിൽ നടക്കുന്നതിൻ്റെ പ്രതിഫലങ്ങളാണ്. അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നിവേദ്യം വെച്ചു, വിളക്ക് കൊളുത്തി, അതുമാതിരി തന്നെ ഒരു കിണ്ടിയിലോ ഒരു ഗ്ലാസ്സിലോ നല്ല ശുദ്ധമായ വെള്ളം വെക്കുക. ഇതിന് ശേഷം നമുക്ക് ദീപം, അയ്യപ്പ സ്വാമിയുടെ ദീപം മകരവിളക്ക് കാണുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ദീപം കൊളുത്തി ഭഗവാന് വെക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ കലഹങ്ങൾ, വഴക്കുകൾ, അതുമാതിരി തന്നെ ദാരിദ്ര്യങ്ങൾ ഒക്കെ മാറിക്കിട്ടാൻ ഈ അയ്യപ്പ സ്വാമി പ്രാർത്ഥിക്കുക. കാരണം എന്താ വെച്ചാൽ കലിയുഗ വരദനാണ്. ഈ കാലത്ത് നടക്കുന്നത് സംഭവങ്ങൾ മുഴുവൻ കലിയുഗത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ കലിയുഗത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി അയ്യപ്പസ്വാമി മാത്രം നമ്മൾ കാലിൽ വീണ് നമസ്കരിച്ച് നമ്മളെ ദോഷങ്ങളൊക്കെ തീർത്ത് തരണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും അയ്യപ്പസ്വാമി തീർത്ത് തരുന്നതായിരിക്കും. കൊളുത്തി പ്രാർത്ഥിക്കേണ്ട ഒരു നാമം കൂടിയുണ്ട്. ഈ നാമം 21 പ്രാവശ്യങ്ങളും കഴിയുമെങ്കിൽ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ കഷ്ടകാലങ്ങളും അതുമാതിരി ദുരിതങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ കാലത്ത് ഇപ്പോൾ ഭയങ്കര മോശമായി നടക്കുന്ന പ്രശ്നങ്ങളും മുഴുവനൊക്കെ നമ്മൾ കുറച്ച് ഓരോരുത്തരും നമ്മുടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈ നാമം ചൊല്ലി ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും വീട്ടിൽ നടക്കുന്ന ദുരിതങ്ങളും കുറേശ്ശൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെക്കൊണ്ട് 1% ചെയ്യാൻ പറ്റുവെച്ചാൽ അത് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നാമം ഇതാണ്: ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമ. നിങ്ങൾക്കിത് ഒരു 21 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും ചൊല്ലാം കേട്ടോ. ഇതിപ്പോൾ എത്രയെങ്കിലും 101 പ്രാവശ്യം ചൊല്ലാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ നാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നാട്ടിലും നടക്കുന്ന എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കുറച്ചൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.